ഹലോ ഗൈസ്, ഇൻഷ ട്രൂത്ത് ഹിയർ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ശവശരീരങ്ങൾ ഭക്ഷിക്കുന്ന കഴുകനെ കുറിച്ചാണ്. ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക എന്നീ ഭൂഖണ്ഡങ്ങൾ ഒഴികെ മറ്റെല്ലായിടത്തും കഴുകനെ കാണപ്പെടുന്നു. ഒരേപോലെ പരിണാമം പ്രാപിച്ച 2 തരം കഴുകന്മാരുണ്ട്. കാലിഫോർണിയയിലും ആൻഡീസ് മലനിരകളിലും കാണപ്പെടുന്നവയെ പുതുലോക കഴുകന്മാർ എന്നും, യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നവയെ പഴയലോക കഴുകന്മാർ എന്നും പറയപ്പെടുന്നു. തലയിൽ സാധാരണ പക്ഷികൾക്കുള്ളതുപോലെ രോമങ്ങൾ ഇവയ്ക്കില്ല. ഇത്തരം കഷണ്ടിത്തല കഴുകന്റെ പ്രത്യേകതയാണ്. തലയിൽ അഴുക്ക് പിടിക്കാതിരിക്കാനും ശരീരോഷ്മാവ് നിയന്ത്രിക്കാനും ഇത് കഴുകന്മാരെ സഹായിക്കുമെന്ന് ഗവേഷണം തെളിയിക്കുന്നു. ഇനി ഇവയുടെ ഭക്ഷണ രീതി നോക്കാം. ആരോഗ്യമുള്ള ജീവിയെ ഇവ ആക്രമിക്കാറില്ല. എന്നാൽ രോഗമുള്ളവയോ മുറിവ് പറ്റിയതോ ആയ മൃഗങ്ങളെ ഇവ കൊല്ലാറുണ്ട്. അത്യാർത്തിയോടെ ശവങ്ങളെ തിന്ന് ഭക്ഷണ ഉറ വീർത്തു മയങ്ങി ഇവയെ കാണാവുന്നതാണ്. കഴുകന്മാർ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഛർദ്ദിച്ചാണ് നൽകുന്നത്. ഇവയുടെ ആമാശയത്തിൽ ഊറുന്ന ആസിഡ് വളരെ ദ്രവീകരണ ശക്തിയുള്ളതിനാൽ ഭക്ഷ്യവിഷമായ ബോട്ടുലീനം, ആന്ത്രാക്സ്, കൊളറ എന്നീ ബാക്ടീരിയകൾ നശിപ്പിക്കപ്പെടുന്നു. ലോകമാകമാനം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷിയാണ് കഴുകന്മാർ. ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഡിക്ലോഫെനാക് എന്ന മരുന്നിന്റെ ഉപയോഗം മൂലമാണ് കഴുകന്മാരുടെ ഈ വംശനാശത്തിന് കാരണം. ഈ മരുന്നുകൾ ഉപയോഗിക്കപ്പെട്ട മൃഗങ്ങളുടെ ശവശരീരങ്ങൾ ഭക്ഷിക്കുക വഴി അവ കഴുകന്മാരുടെ ശരീരത്തിലെത്തുന്നു. മാത്രമല്ല അത് കഴുകന്മാരുടെ വൃക്കകളെ തകരാറിലാക്കുന്നു. 2008 മുതൽ ഈ മരുന്നിന് ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തി. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.